ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ സിനിമ ഏത് ഭാഷയിലാണെങ്കിലും ഏത് നാട്ടിൽ നടക്കുന്ന കഥയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ മനുഷ്യർക്കും ആസ്വദിക്കാൻ കഴിയുമെന്ന്. അങ്ങനെ ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള സിനിമകൾ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് മലയാളത്തിൽ തന്നെ ഇറങ്ങിയാലോ? അങ്ങനെ ഒരു സിനിമയാണ് ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഇതിന്റെ എഴുത്തുകാരനെ കുറിച്ച് കൂടി പറയണം. കാരണം ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റ് ആണ്. രാഹുൽ രമേശ് ആണ് ഇതിന്റെ റൈറ്റർ. ഇനി സിനിമയിലേക്ക് വരാം. അനാലിസിസ് ആയതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഒരു കഥാപാത്രത്തെ സ്ക്രീനിൽ കാണിക്കുന്നതിന് മുമ്പ് അയാളെ കുറിച്ച് പല ആളുകൾക്കുള്ള പല പെർസ്പെക്റ്റീവ് കാണിച്ച് അയാളെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി തന്നുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. കുര്യച്ചൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കുര്യച്ചൻ ഒരു ഡോഗ് ബ്രീഡർ ആണ്. മനുഷ്യരെക്കാൾ പ്രിയം പട്ടികളോടാണ്. കുര്യച്ചൻ നെഗറ്റീവ് കഥാപാത്രമാണോ അതോ ഗ്രേ ഷെയ്ഡിൽ പെടുത്തേണ്ട ആളാണോ അതോ പക്കാ നല്ലവനാണോ എന്നുള്ള കൺഫ്യൂഷനിൽ കൂടി പ്രേക്ഷകർ ഇങ്ങനെ സഞ്ചരിക്കും. സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ വലുതായിട്ടൊന്നും വിട്ടു പറയുന്നില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസിലൂടെ കുര്യച്ചനെ വരച്ചിടുന്ന ആ രീതിയുണ്ടല്ലോ, ആ ക്യാരക്ടർ സ്കെച്ച് സിനിമയിൽ അതിഗംഭീരമായിരുന്നു. കുര്യച്ചനായി അഭിനയിച്ച ആളുടെ ഫിസിക്കും ഫേഷ്യൽ ഫീച്ചേഴ്സും ആ ക്യാരക്ടറിന് തുടക്കത്തിൽ വളരെ ആപ്റ്റായിരുന്നു. ചാമിംഗ് ആയിട്ടുള്ള എന്നാൽ അതേസമയം ഇത്തിരി ക്രൂരതയും കൗശലവും ഒക്കെ ഒളിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്ന മുഖം. കുര്യച്ചന് 3-4 സ്ഥലത്തായി 3-4 ഭാര്യമാരുണ്ടെന്നും നാട്ടിലെ പ്രമാണിയാണെന്നും കക്കയം ക്യാമ്പിൽ ക്രൂരതകൾ കാണിച്ചവനാണെന്നും നക്സലൈറ്റുകളുടെ നോട്ടപ്പുള്ളിയാണെന്നും തുടക്കത്തിൽ പറയുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീയുമായിട്ടുള്ള ഇന്ററാക്ഷൻ സിനിമയിൽ ഒരിടത്ത് ആദ്യമായി കാണിക്കുമ്പോൾ അതെല്ലാം തെറ്റായിരുന്നോ എന്ന് തോന്നിക്കും വിധം മാന്യനാണ് കുര്യച്ചൻ. മാന്യത മാത്രമല്ല ഹീറോയിസവും എമ്പതിയും ഒക്കെ നിറഞ്ഞ ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ കംപ്ലീറ്റ് ആയും നെഗറ്റീവ് അല്ലല്ലോ എന്നൊരു തോന്നൽ അവിടെ തൊട്ട് പ്രേക്ഷകർക്ക് വരികയാണ്. ഇങ്ങനെ കുര്യച്ചനെ കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും അത് ശരിക്കും മറ്റൊരു കഥാപാത്രത്തിന്റെ മുന്നോട്ട് വരവിനുള്ള ഒരു ഒരുക്കം മാത്രമായിരുന്നു എന്ന് സിനിമ മുന്നോട്ട് പോകുന്തോറും നമുക്ക് ക്ലിയർ ആകും. മലയാള സിനിമയിലെ നായിക കഥാപാത്ര പരിശ്രമത്തിൽ വീണ്ടും ഒരു നാഴികക്കല്ല്. ഒരു വൃദ്ധയാണ് ഈ സിനിമയിലെ നായിക. മ്ലാത്തി ചേട്ടത്തി എന്ന് നാട്ടുകാർ വിളിക്കുന്ന മലേഷ്യക്കാരി കുര്യച്ചന്റെ ഭാര്യ. പ്രായമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ സ്റ്റീരിയോ ടൈപ്പ് അമ്മ, അമ്മായിയമ്മ, പെങ്ങൾ കഥാപാത്രങ്ങളിലേക്ക് തളച്ചിടുന്നതിലെ ഇഗ്നോറൻസ് നമ്മൾ മുമ്പും ചർച്ചയാക്കിയിട്ടുണ്ട്. അതിനൊരു ശക്തമായ മാറ്റമാണ് മ്ലാത്തി ചേട്ടത്തി. മ്ലാത്തി ചേട്ടത്തിക്ക് പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ആദ്യമായി ക്ലാസ് എടുക്കുന്നത് കുര്യച്ചനാണ്. കുര്യച്ചൻ അത് പറയുമ്പോൾ പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും തമ്മിലുള്ള വളരെ നേർത്ത എന്നാൽ വളരെ ഭീകരമായ വ്യത്യാസത്തെക്കുറിച്ച് കാണുന്ന പ്രേക്ഷകരും ബോധവാന്മാരാകും. സംഭവം നമ്മുടെ നാട്ടിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ഈ പ്രൊട്ടക്ഷനെയും റെസ്ട്രിക്ഷനെയും മനസ്സിലാക്കാതെ വായ്ത്താളം അടിക്കുന്ന മതപണ്ഡിതർ മുതൽ അങ്ങോട്ട് ഒരുപാട് പേരുണ്ട്. എന്നാൽ ഏറ്റവും വ്യക്തമായി ഏറ്റവും ശക്തമായി ഈ വ്യത്യാസത്തെ ഈ സിനിമ അടയാളപ്പെടുത്തുകയാണ്. അതും കഥയുമായി ഏറ്റവും ചേർന്ന് പോകുന്ന രീതിയിൽ വളരെ സട്ടിലായി തന്നെ. സിനിമയിൽ ഓരോ കഥ പറയുമ്പോഴും ചില സീനുകൾ ഓരോ ആളുകളുടെ ചിന്തകളായാണ് കൊടുത്തിരിക്കുന്നത്. സന്ദീപിന്റെ കഥാപാത്രം ചിന്തിക്കുന്നത്, മ്ലാത്തി ചേട്ടത്തി ചിന്തിക്കുന്നത്, അങ്ങനെ കുറെ ചിന്തകൾ. അതുപോലെ അവർ പറയുന്നത് കാണിക്കുമ്പോഴുള്ള ചില വിഷ്വൽസും. അതുകൊണ്ട് തന്നെ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് പലപ്പോഴും സ്പൂൺ ഫീഡ് ചെയ്യാതെ പ്രേക്ഷകരെ കൂടി ചിന്തിപ്പിക്കുന്നുണ്ട് സിനിമ. സിനിമയിലെ കഥ നടക്കുന്ന സ്ഥലം, ആ ഭൂപ്രകൃതി, അത് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു ബ്രീഡിനെ തപ്പിയിറങ്ങുന്ന കുര്യച്ചൻ ഒടുവിൽ തന്റെ ആ ബ്രീഡിനെ കണ്ടെത്തുന്നത് ഒരു മനുഷ്യനിലാണ്. ആ കാട്ടിനുള്ളിലെ ഗുഹയിലെവിടെയോ തിരിച്ചിറങ്ങാൻ കഴിയാതെ ജീവപര്യന്തം അനുഭവിക്കുന്ന കുര്യച്ചനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും, സിനിമയിൽ കാണിക്കാതെ തന്നെ. ഒരിക്കൽ തനിക്ക് പ്രൊട്ടക്ഷന്റെയും റെസ്ട്രിക്ഷന്റെയും വ്യത്യാസം പറഞ്ഞു തന്ന ആളിന്റെ കൂടെ പിന്നീട് കാലങ്ങളോളം ജീവിച്ചതിനു ശേഷമാണ് ആ ചതി മ്ലാത്തി ചേട്ടത്തി മനസ്സിലാക്കുന്നത്. അതായത് അയാൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ശരിക്കും അവർ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. എന്നാൽ അയാൾ എന്ന് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അയാൾക്ക് തന്നെ മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു. ക്ലൈമാക്സിൽ മ്ലാത്തി ചേട്ടത്തി അത് അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തു, ഒരു പെർഫെക്റ്റ് എക്സാമ്പിളിലൂടെ. ക്ലൈമാക്സിലെ ആ ഒരു പേ ഓഫിന് വേണ്ടിയുള്ള ഗംഭീര സെറ്റപ്പാണ് സിനിമ മുഴുവനും. ആ അർത്ഥത്തിൽ ഗംഭീര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ക്ലൈമാക്സ് ആണ് സിനിമയുടേത്. അഭിനേതാക്കളുടെ പെർഫോമൻസ്, ഫൈറ്റ് സീക്വൻസ് ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ്. സന്ദീപ്, അശോകൻ, മ്ലാത്തി ചേട്ടത്തിയും കുര്യച്ചനുമായി വന്നവർ, ബിനു, പപ്പു എല്ലാവരുടെയും പ്രകടനം ഗംഭീരമായിരുന്നു. കുര്യച്ചന് ഒടുക്കവും വലിയ പ്രായം തോന്നിക്കുന്നില്ല എന്നത് മാത്രമാണ് ഒരു പോരായ്മയായി തോന്നിയത്. സിനിമയിലെ ഡയലോഗ്സ് എല്ലാം വളരെ ഷാർപ്പായിരുന്നു. മോഹൻ പോത്തൻ പട്ടികളെ നോക്കി ആ രഹസ്യം റിവീൽ ചെയ്യുന്ന സമയത്ത് ഡയലോഗ്, ക്ലൈമാക്സിലെ മ്ലാത്തി ചേട്ടത്തിയുടെ ഡയലോഗ്, സന്ദീപിന്റെ ഫൈറ്റ് സീനിന് ശേഷമുള്ള ഡയലോഗ്സ്, ആ ഒരു ചെറിയ തെറ്റേ ഞാൻ ചെയ്തുള്ളൂ എന്ന കുര്യച്ചന്റെ ഡയലോഗ്, അതിലെ ആ ഇൻസെൻസിറ്റിവിറ്റി ഇതൊക്കെ ഗംഭീരമായിരുന്നു. തുടക്കത്തിൽ കുര്യച്ചന് ചുറ്റുമുണ്ടായിരുന്ന ആ മിസ്റ്ററിയുടെ ഓറ പതുക്കെ മ്ലാത്തി ചേട്ടത്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, കൂടോത്രക്കാരി മലേഷ്യക്കാരിയുടെ യഥാർത്ഥ കൂടോത്രം റിവീൽ ആകുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ട് കാണിക്കുന്നുണ്ട് സിനിമയിൽ. ഒരു കൂട്ടം പട്ടികളുടെ അകമ്പടിയോടെ ട്വിസ്റ്റുകളൊന്നും അങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ലോ പേസിലുള്ള ഗംഭീര സിനിമയാണ് എക്കോ. അപ്പൊ എന്താണ് എക്കോ എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.